ഇതാണ് റാഗി. റാഗി 24 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് കൂത്തിയെടുത്തിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് ഇതിനെ ഉണങ്ങാൻ വയ്ക്കും. വെയിലത്ത് നന്നായിട്ട് ഉണക്കി അതിനുശേഷം ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കമ്പനിക്കാർ മുള വന്ന റാഗിയെ വറുത്ത് പൊടിച്ച് അതിൽ വേറെയും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഷുഗറിനുള്ള ഫുഡായിട്ട് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, വളരെ ഭംഗിയായിട്ട്. അപ്പോൾ 2 ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം എടുത്ത് ഒരു അരിപ്പയിലോ ഒരു തുണിയിലോ ഇതിനൊന്ന് പൊതിഞ്ഞ് വയ്ക്കണം. എന്നിട്ട് ഒരു 1 ദിവസം 2 ദിവസം അങ്ങ് വിട്ടിരിക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് മുള വരും. അതിനെടുത്ത് നന്നായിട്ട് ഉണക്കുക. ഉണക്കിയ വെള്ളമൊക്കെ ഒന്ന് മാറിയ ശേഷം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ലൊരു മണവും ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇത് നന്നായിട്ട് പരുവായെന്ന്. സൈഡിലോട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിലക്കടലയാണ്. ഇതെപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോഴേ ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കാരണം അവിടെ തുറന്ന് വെച്ച് വിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ പാറ്റയും എലിയും ഒക്കെ കയറി മറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി വറുത്തെടുക്കുക. പലരും നമ്മൾ കാണുന്നത് പച്ചക്കൊക്കെ ഇത് വാരി തിന്നാറുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകി കഴിക്കുക. ഏത് ആഹാരമായിരുന്നാലും കഴുകാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടല മാത്രമാണ് വറുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും ഇടാം. ഇത് പ്രത്യേകം വറുത്ത് റെഡിയാക്കി വയ്ക്കും. ഓക്കെ, വെള്ളത്തിൽ കഴുകി എടുത്തതുകൊണ്ട് നല്ല ഈർപ്പുണ്ടാവും ഇതിൽ. അപ്പോൾ ആ ഈർപ്പം നന്നായിട്ട് മാറുന്നത് വരെ നല്ല പരുവത്തിൽ ഇതിനെ വറുത്തെടുക്കുക. ഒരു 250 ഗ്രാം റാഗിക്ക് ഒരു 100 ഗ്രാം കടല അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മതിയാകും. നമ്മൾ വറുത്തെടുത്തലാണോ 25 കൂട്ടണമെന്നില്ലേ?
റാഗി അര കിലോ. ഞങ്ങൾ വറുത്തത് ഏകദേശം 1/2 കിലോ ആണ്. അതിൽ ഇത് മുഴുവനില്ല, ഇതിൻ്റെ ഒരു 3/4 ഭാഗം ഇടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. പൊടിച്ചൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാൻ പറ്റുന്ന സാധനമാണ്. പെട്ടെന്ന് നമുക്ക് വയറ് നിറയുകയും ചെയ്യും. ഉച്ചയ്ക്ക് ഒരു 12-1 മണി വരെ വിശക്കൊന്നുമില്ല. നമുക്ക് പഴമോ ഈന്തപ്പഴമോ ഇനി പിന്നെ എന്ത് വേണം ചേർക്കാം. ഷുഗറിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നതിനെക്കാട്ടും മറ്റെന്തെങ്കിലും ചേർക്കുന്നതായിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നേരത്തേക്ക് 2 പേർക്ക് ഇത് മതിയാവും. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഈ കടല ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഈ കടല പൊട്ടാൻ തുടങ്ങും. സൗണ്ട് കേൾക്കുന്നൊന്നും അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഇത് വെന്ത് തുടങ്ങിയെന്നർത്ഥം. പിന്നെ ഇത് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി കരിഞ്ഞു കരി. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. ഈ കടലയും ഈ വറുത്ത് വച്ചിരിക്കുന്ന റാഗിയും കൂടെ ഒരുമിച്ച് പൊടിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടി പൊടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനെ ചൂടുവെള്ളത്തിൽ കുറുക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇത് വർദ്ധിക്കും. ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. കുറുക്കിയെടുത്ത് ഡയറക്റ്റ് മിക്സിയിട്ട് അടിക്കരുത്. ചൂടാണ്, ദേഹത്തൊക്കെ തെറിക്കും. തണുപ്പിച്ച് വേണം ചെയ്യാൻ. അപ്പം ഞാനിതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുന്തിരിങ്ങയാണ്. വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മുന്തിരിങ്ങ. ആദ്യം നിങ്ങൾക്ക് പാലോ വെള്ളം എന്തോന്ന് ഒഴിക്കാം കേട്ടോ. എനിക്ക് പാല് ഞാൻ കുടിക്കാത്തതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ഒന്ന് അരച്ചെടുക്കുക കൃത്യമായിട്ട്. ഞാനിപ്പോൾ ഒഴിച്ച വെള്ളം ഇതിൽ നല്ല തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ്. അപ്പം ഞങ്ങൾ 2 പേര് 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. പലർക്കും പല കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. എനിക്കൊരു ഈ കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം. കാരണം കൂടുതൽ കുഴമ്പ് പോലെ എനിക്ക് കുടിക്കുന്ന ഇഷ്ടമല്ല. ഇതിൻ്റെ കൂട്ടത്ത് ഒരു ടോപ്പിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് കടിച്ച് തിന്നാം. കടല അതെയോ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്മൂത്തി.